നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം തൊടുപുഴ സ്മിത ഹോസ്പിറ്റലിൽ ഒരു നേഴ്സിൻ്റെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിൻ്റെ വിഷയം സംബന്ധിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ കുറേയധികം വാദങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഡിറ്റക്റ്റീവ് ന്യൂസ് കേരള അതിനെപ്പറ്റി 1-2 വീഡിയോസ് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് വിട്ടിരുന്നു. അതിൽ ഞങ്ങൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇവിടെ കേരള പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉള്ള കുറേ നീചമായിട്ടുള്ള പ്രവർത്തനങ്ങളെയാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ ചില ഹിഡൻ അജണ്ടകൾ ഉണ്ടായിരുന്നോ എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു സാഹചര്യം കൂടെ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. എന്താണെങ്കിലും ഞങ്ങൾ അതിനെപ്പറ്റി വിശദമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഞങ്ങളുടെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സൂക്ഷ്മമായിട്ടുള്ള അത്തരം കാര്യങ്ങളിലെ വിശകലനം പരിശോധനയൊക്കെയാണ്. സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ പോലീസിൻ്റെ ഭാഗമായിട്ടൊന്നും ചെയ്യുന്നതല്ല. സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ ഇത്തരം അനീതികൾക്കെതിരെ വളരെ രഹസ്യാത്മകമായിട്ട് ഇവിടെ അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങളിങ്ങനെയുള്ള വാർത്തകളും മറ്റ് വിശകലനങ്ങളൊക്കെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കാറുള്ളത്. എന്താണെങ്കിലും ശരി, അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നതും ആ കാര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത് തന്നെയാണ്. കാരണം പൊതുസമൂഹത്തിൽ ഇത്തരം പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് മാത്രമല്ല, പല പ്രൈവറ്റ് മാനേജ്മെൻറ്റുകൾ, പല സ്ഥാപനങ്ങളിലെയും പ്രൈവറ്റ് മാനേജ്മെൻറ്റുകൾ അവിടുത്തെ ജോലിക്കാരെ വളരെയധികം ചൂഷണം ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു സത്യം തന്നെയാണ്, പ്രത്യേകിച്ച് നേഴ്സുമാരുടെ ഇടയിൽ. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഒരു കാരണമായിട്ട് ഞങ്ങളന്ന് അവതരിപ്പിച്ചിരുന്നതും. ഇപ്പോഴും അതങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് സത്യവും തന്നെയാണ്. പക്ഷേ പർട്ടിക്കുലർ ആയിട്ടുള്ള ഈ ഒരു വിഷയത്തിനകത്ത് ചില ഹിഡൻ അജണ്ടകൾ കൂടി കടന്നുകൂടിയിരുന്നോ എന്നുള്ളത് കുറ്റം ആരോപിക്കപ്പെടുന്നവരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ അവരൊരു വിശദീകരണമായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പൊതുസമൂഹം തന്നെ ചർച്ച ചെയ്യുക. ഇതിൽ അത് കൂടാണ്ട് ഇവിടുത്തെ ഭരണ നിയമ സംവിധാനങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പരിശോധിക്കപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളത് കൊണ്ടും അത്തരം കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. എന്താണെങ്കിലും ശരി, അവരുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ഇതിനകത്ത് ഈ പ്രതികൾ എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു കുറ്റാരോപിതർ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കുടുംബജീവിതത്തിനെയും അതുപോലെ തന്നെ അവരും കുട്ടികളും ഒക്കെ ആയിട്ട് കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് പൊതുസമൂഹം അവരെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുന്ന രീതിയിലേക്കുള്ള സോഷ്യൽ മീഡിയ അധിക്ഷേപം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. സോഷ്യൽ മീഡിയ അധിക്ഷേപം തുടർന്നുകൊണ്ടിരിക്കുന്നതിനകത്ത് അവർക്ക് വളരെയധികം വേദനയുണ്ട്. പ്രത്യേകിച്ച് അവർ പറഞ്ഞിരുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് കേൾക്കുമ്പോൾ ന്യായം തന്നെയാണ്. കാരണം അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് സൂപ്പർവൈസിങ്ങിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അല്പം കമാൻഡിങ് ആവശ്യം വരും. അത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് മാത്രം ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്, ഒരിക്കലും വ്യക്തിപരമായിട്ട് അല്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും ശരി, ഇത്തരം കാര്യങ്ങളിനകത്ത് സോഷ്യൽ മീഡിയയുടെ ചില ഇടപെടൽ പലപ്പോഴും പരിധി വിട്ട് പോകാറുണ്ട്. പ്രത്യേകിച്ച് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ട് താറടിക്കുന്ന രീതിയിലേക്കൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് വേദന തോന്നും. ഇതിനകത്ത് കുറ്റം ആരുടെ ഭാഗത്താണ്, അതുപോലെ തന്നെ കുറ്റം ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നോക്കണല്ലോ. ഓരോരുത്തരുടെ ഭാഗത്തുള്ള കുറ്റങ്ങൾ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇരുഭാഗത്തും കുറ്റങ്ങളുണ്ടാവാം. അപ്പോൾ കുറ്റങ്ങൾ എത്രമാത്രം അതിൻ്റെ കാഠിന്യം ഉണ്ട് എന്നുള്ളതിൻ്റെ അനുസരിച്ചിരിക്കണം സ്വാഭാവികമായിട്ട് വിധിയെഴുത്ത് ഉണ്ടാവേണ്ടത് എന്നുള്ളത് കൊണ്ടുകൂടി അതിനകത്ത് കുറ്റാരോപിതയുടെ ഒരു കസിൻ ഇപ്പം ഞങ്ങളോടൊത്ത് സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു ഓഡിയോ കൂടെ ഞങ്ങൾ ഇതിനോടൊപ്പം വിടുന്നതാണ്. അപ്പോൾ അതും കൂടെ കേട്ടിട്ട് പൊതുസമൂഹം വിലയിരുത്തുക. എന്താണെങ്കിലും ശരി, നിയമം മറ്റു കാര്യങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് തന്നെയാണ്. ഞങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇത്തരം വിഷയങ്ങളുമായിട്ട് ഇപ്പോൾ ഈ ഒരു വിഷയം മാത്രമല്ല, ഇതുപോലുള്ള വിഷയങ്ങളുമായിട്ട് ഡിറ്റക്റ്റീവ് ന്യൂസ് കേരള വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ബാക്കിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇത് പൊതുസമൂഹത്തെ അറിയിക്കുന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ ഓഡിയോ ഒന്ന് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ആളിപ്പടരുവാണല്ലോ. ആ വിഷയം ഞങ്ങൾ അതിനെപ്പറ്റി ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു എൻക്വയറി, സാമൂഹികപരമായിട്ടുള്ള ഒരു എൻക്വയറി നടത്തിയിരുന്നു. നമ്മുടെ പേര് ആദ്യം ഒന്ന് പറഞ്ഞ പേര്? എൻ്റെ പേര് റോബിൻ. ഓക്കെ. നമ്മൾ ആരാണ് ഇതിനകത്ത് ശരിക്കും ഒന്ന് പറയാമോ? ഞാൻ അതില് പ്രതിയാണെന്ന് ആശ്രയിച്ചേക്കുന്ന ഒരാളുടെ ഹസ്ബൻഡാണ്. അൽഫോൻസ എന്ന് പറഞ്ഞാൽ. ഓക്കെ. 3 പേരെ മറ്റേ അതിനകത്ത്
പ്രതിയാക്കിയിട്ടുള്ളതായിട്ടാണ് ആ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതെ ഓക്കെ. അതെ അതെ അതെ. ഉം. എന്തായിരുന്നു ശരിക്കും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു എന്താണെന്നുള്ളതൊന്ന് പറയാമോ ശരിക്കും? ഇത് ഞങ്ങളുടെ ഭാഗത്തെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു ട്രാപ്പാണത്. ട്രാപ്പാണ്. ആ, അതായത് അങ്ങനെ ഒറ്റ വാക്കിൽ അതിനെ അങ്ങനെ പറയാനുള്ളൂ. ഓക്കെ. എങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കുക, കാരണം ഇത് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏഹ് നമ്മൾ എങ്ങനെയാ ട്രാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഉം. ഈ പ്രതികളെന്ന് ആരോപിക്കുന്നത്, നമുക്കിപ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ, ഉവ്വ്. പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവരുടെ ചൂഷണം, അതായത് അവരുടെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രഷർ, അതിന്റെ ഫലമായിട്ടാണ് ഈ കുട്ടി അന്ന് അങ്ങനെ ആ ഒരു അറ്റംപ്റ്റ് നടത്തിയതെന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാനായിട്ട് കഴിഞ്ഞത്. അപ്പൊ ഉം. അതിനകത്ത് ആ ഒരു വശം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ, നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. ഉം. പബ്ലിക്കിൽ നിന്ന് നമുക്ക് അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ട് വിവരങ്ങൾ കിട്ടുന്നത്. അപ്പൊ നിങ്ങളുടെ ഉവ്വ്. ഭാഗം എന്താണ് എന്നുള്ളതെന്ന് അറിയാനായിട്ട് ആരും അതിനകത്ത് കാര്യമായിട്ട് സംസാരിച്ചില്ല. പിന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ തന്നെ അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. ഇല്ല, മാനേജ്മെന്റ് പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല. മാനേജ്മെന്റ് ഇന്നലെ കണ്ട് മീറ്റിംഗ് കൂടി, അന്വേഷണ കമ്മിറ്റി വരട്ടെ എന്ന് പറഞ്ഞു. മാനേജ്മെന്റിന്റെ ഭാഗത്തുള്ള തീരുമാനങ്ങൾ വരട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ. ആരോപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നിങ്ങൾക്കും അറിയാം, നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അത് സ്റ്റാഫ് ഉണ്ടാവും, ഇൻചാർജ് ഉണ്ടാവും, അതെ. HOD ഉണ്ടാവും, ആ, CNO ഉണ്ടാവും. ഓക്കെ. അതങ്ങനെയല്ലേ അതിന്റെ ഒരു ബേസിക്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ സ്റ്റാഫുകളാണ് ഇതിന്റെ അകത്ത് ഏറ്റവും ഉത്തരവാദിത്തോടുകൂടി ജോലി ചെയ്യുന്നത്. ജോലിയിൽ സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു മനുഷ്യജീവൻ വെച്ചല്ലേ ഇവര് കൈകാര്യം ചെയ്യുന്നവരായിരുന്നു. അതെ 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 അതെ. അപ്പൊ നമ്മൾ അവിടെ സ്ട്രിക്റ്റ് ആയിട്ടല്ലേ ഡ്യൂട്ടി ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് അത് മാനേജ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സൂപ്പർവൈസ് ഇത് ചെയ്യുന്നവർക്ക് അതിൻ്റെതായ ഉത്തരവാദിത്വം ഉണ്ട്. അതൊക്കെ കറക്റ്റ് അതായത് ആയിരുന്നു. ഇപ്പൊ ഞാനോ നിങ്ങളോ ഒരു ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും നിങ്ങളുടെ യൂറിനോ ബ്ലഡോ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് മാറി അതിന്റെ റിസൾട്ട് വന്നാൽ നിങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടുമോ? ഇല്ലല്ലോ, ഒരിക്കലും ഒരിക്കലും കിട്ടില്ല. തന്നെ അങ്ങനെ മാറാനും പാടില്ലല്ലോ. മാറാൻ പാടില്ല. അങ്ങനെ ഡ്യൂട്ടിയിലുള്ള വീഴ്ചകൾ ചോദ്യം ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പൊ ഇൻചാർജിനെ പറ്റി അത്ര ശക്തമായിട്ട് ഇത് വന്നേക്കുന്നത്. ഡ്യൂട്ടിയിൽ സ്ട്രിക്റ്റ് ആയിട്ട് പോകും, അത് ഗ്യാരണ്ടിയാണ്. അത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അപ്പൊ ആരോടും മമത കാണിക്കുന്നില്ല. അതായിരിക്കും ഒരുപക്ഷെ അങ്ങനെ വരാനുള്ള കാരണം. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അൽഫോൺസ എന്ന് പറഞ്ഞ ആളുടെ ഇത് ലിസ്റ്റിൽ പോലും ഇല്ലായിരുന്നു. ഞായറാഴ്ച ഈ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോ ആരോ സംസാരിച്ചിട്ട് കയറ്റിയിട്ടേക്കണേ. അതല്ലേ. അവിടെ പ്രഷറും കൊണ്ട്. അത് ശരി. പുള്ളിക്കാരി സാധാരണ നേഴ്സാണ്, അവിടെ ജോലി പുള്ളിക്കാരത്തി അന്ന് ഡ്യൂട്ടിയിൽ ഇല്ലായിരുന്നോ? ഈ ഇല്ല 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 അന്നും ഡ്യൂട്ടിയിലില്ല. ഡ്യൂട്ടിയിൽ ഇല്ലാതെയാണ് ഈ പ്രശ്നത്തിനകത്തേക്ക് ഉൾപ്പെട്ടത്, അങ്ങനെയാണോ? അതെ. ആദ്യം കംപ്ലൈന്റ് കൊടുത്തതിന് 18-ാം തീയതി മുതൽ 31-ാം തീയതി വരെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന. ഇത്രയും ദിവസത്തിനുള്ളിൽ ഇവര് തമ്മിൽ ഡ്യൂട്ടി ഉള്ളത് ഒരു ദിവസമേ ഉള്ളൂ. അല്ല, അത്രയും ദിവസത്തെ ഒരു പ്രഷറിന്റെ ഫലമായിട്ട് ഒരിക്കലും അങ്ങനെ ഒരു അറ്റംപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. അറ്റംപ്റ്റ് ഇങ്ങനെയുള്ള ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്ന പർട്ടിക്കുലർ ആ ഒരു ടൈമിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു വിഷയത്തിന്റെ ഫലമായിട്ടാണ് പലരും അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 18 മുതൽ അത്രയും ലോങ് പീരീഡിലേക്ക് ഒരിക്കലും അതിന്റെ പേരിൽ അങ്ങനെ ചെയ്യാനുള്ള ഒരു സാധ്യത ഇല്ല. പുള്ളിക്കാരി UNA സെക്രട്ടറി ആയിട്ട് ചാർജ് എടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റലിന്റെ സെക്രട്ടറി ആയിട്ട് എടുത്തു. ഓക്കെ ഓക്കെ ഓക്കെ. UNAക്ക് അതാത് മേഖലയിലുള്ള ഓരോ സെക്രട്ടറിമാരിൽ ഹോസ്പിറ്റലിൽ എല്ലാ അതുണ്ടല്ലോ, സംഘടനയല്ലേ. പിന്നെ UNA ആണേലും ഇവരും UNA മെമ്പേഴ്സ് ആണ്. ഇവരുടെ ഒരു ഭാഗവും ഒന്നും ഇവര് ഒരു UNA-കാരും വിളിച്ച് ചോദിച്ചിട്ടില്ല. എന്താണ് സംഭവിച്ചത്, എന്താണ് പറ്റിയത്, അതൊന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ UNA ഏകപക്ഷീയമായിട്ട് എടുത്തു. അവരവരുടെ വഴിക്ക് നടക്കട്ടെ, നമ്മൾ നമ്മുടെ വഴി നോക്കാതിരിക്കാൻ പറ്റത്തില്ല. അല്ല, അത് ശരിയാണ്. അപ്പൊ അതിന്റെ ലീഗൽ പ്രൊസീജിയർ എന്താണോ അതിന്റെ അനുസരിച്ച് നീങ്ങിയേ പറ്റുള്ളൂ ആർക്കാണെങ്കിലും. പിന്നെ ഞങ്ങളന്ന് പബ്ലിക്കിനോട് പറഞ്ഞിരുന്നതും മറ്റൊന്നുമല്ല, അതായത് ഈ ഹോസ്പിറ്റലുകൾ പൊതുവെ, അതായത് ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മൾ എവിടെ പരിശോധിച്ചു കഴിഞ്ഞാൽ നേഴ്സുമാർക്ക് ഭയങ്കരമായിട്ടുള്ള കഠിന ജോലിയും അതിന്റെ അനുസരിച്ചുള്ള അവർക്ക് വേതനം കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ. വേതനം കിട്ടുന്ന ഈ UNA-ല് അവര് വന്നിട്ട് UNA ആയിട്ട് ബന്ധപ്പെട്ട് വന്നേക്കണം. UNA വേതന പരിഷ്കരണമായിട്ടൊന്നും അല്ലല്ലോ ഇത്. UNA-ല് ചർച്ചിക്കുന്ന വ്യക്തികളെ ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ അവിടെ ചെന്നിരിക്കുന്ന ഇപ്പൊ വാദിയായിട്ട് കിടക്കുന്ന ആള് വ്യക്തികളുടെ കാര്യങ്ങളാണ് അവിടെ. അതാണ് അസോസിയേഷൻ. എനിക്കറിയില്ല, അങ്ങനെ ഒരു അസോസിയേഷൻ ഞാൻ കണ്ടിട്ടില്ല. നമ്മള് വലിയ ലോകപരിചയമുള്ള ആളല്ലെങ്കിൽ നമ്മളും അസോസിയേഷനിലൊക്കെ ഉള്ള ആളുകളാണ്. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ല. ഇപ്പൊ പൊതുവായിട്ട് ഹോസ്പിറ്റലില് ശമ്പളം ഇല്ല, അത് കൂട്ടും, അതൊക്കെ അസോസിയേഷൻ ഇടപെട്ട് തീരുമാനം.
ആ അതെ പിന്നെ അല്ല ഞാൻ ഞാൻ ചോദിച്ചോളൂ, പറഞ്ഞ ആ ഒരു ഇത്ര പോയിന്റാണ്. യു അല്ല എൻ എനെ അല്ല ന്യായീകരിക്കുകയല്ല ഇത്. യു ആ എൻ എയുടെ ഒരു പർട്ടിക്കുലർ ഒരു വിഷയമായിട്ടല്ല ഞാൻ പറഞ്ഞ ഉം, കോമൺ ആയിട്ട് ആ നമ്മളിപ്പോൾ കാണുന്നതാണല്ലോ. പൊതുവായിട്ടുള്ള എല്ലാ മാനേജ്മെന്റ് ഹോസ്പിറ്റലുകളുടെ അടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നേഴ്സുമാരെന്ന് പറയുന്ന അവർ സ്വാഭാവികമായിട്ട് ഒരു ഡിഗ്രി പഠിച്ചു വരുന്ന ഒരു ഉം, ആളാണ്. ഉം, ഉം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതാ ബി കോം ഒക്കെ എടുക്കുന്നത് പോലെ തന്നെയാണ് ഒരു നേഴ്സ് എന്ന് പറയുന്നത് പോലെ തന്നെ. ഉം, ഉം. അവരത്രയും 3.5-4 വർഷത്തെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരു പ്രാക്ടീസും നടത്തിയതിന് ശേഷം അല്ല ട്രെയിനിങ് നടത്തിയതിന് ശേഷമാണ് മറ്റൊരു ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലുമൊക്കെ സർവീസിന് കയറുന്നത്. അപ്പോൾ കയറുമ്പോൾ പോലെ കൂടെ വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളവും കഠിനമായ ജോലിയും അത് അതെ അതെ. കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. ഓ അല്ല, ഇതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞാൽ എന്റെ വൈഫിന്റെ പേരിൽ ആരോപിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു പ്രൂഫ് ഉം. എന്തെങ്കിലും ഒരു പ്രൂഫ് യു എൻ എന്ന് പറഞ്ഞ സംഘടനയുടെ കയ്യിലുണ്ടെങ്കിൽ അവർ മേശപ്പുറത്ത് വെക്കാൻ പറഞ്ഞു. ഉം, ഉം, ഉം. ഇത് വാക്കുകൊണ്ടുള്ള ആരോപണമുള്ളൂ. വാക്കുകൊണ്ടുള്ള ഒരു ആരോപണം അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ഒരു വ്യക്തിപരമായിട്ട് അങ്ങനെ എന്തെങ്കിലും അല്ല, വാക്കുകൊണ്ട് ആരോപിക്കണമെങ്കിൽ തന്നെ അതിനകത്ത് എന്തെങ്കിലും അങ്ങനെ അല്ല, വ്യക്തിപരമായിട്ടൊരു വ്യക്തിപരമായിട്ടുള്ള ഇതുണ്ടോന്ന്. ആകെപ്പാടെ ഉള്ള എനിക്ക് തോന്നിയത് ഇപ്പൊ പുള്ളിക്കാരി ആളുടെ യു എൻ എയുടെ സെക്രട്ടറി ആയതുകൊണ്ട് ആ ഇത് കൂടിയാലോചന നടത്തി എടുത്തേക്കുന്ന പുള്ളിക്കാരത്തിന്റെ ഫോൺ കോള് ചെക്ക് ചെയ്തിട്ട് തന്നെ ഉം, 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 ഇത് ഉം. പുറത്തുനിന്നുള്ള ആളുടെ പിന്തുണ ഉണ്ടായിട്ട് തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഉണ്ടായിരിക്കുന്നത്. ഓക്കെ ഓക്കെ. ഞാൻ ചോദിക്കുന്നത് നമ്മുടെ കുടുംബത്തിന്റെ ഒരു വിഷയം വരെ അല്ലേ, നമ്മുടെ ചേട്ടനോ അനിയനോ പെങ്ങളൊക്കെ ആയിട്ട് വിഷയം ഓ ഉണ്ടാക്കി നമ്മൾ മനസ്സിലായി പറഞ്ഞു മനസ്സിലായി. തീർക്കും. അത് അവിടെ പറഞ്ഞു തീർക്കേണ്ട കേസേ ഉള്ളൂ. അത് ഇത്ര ഉം, വലിയ ഇഷ്യൂസ് ഒന്നുമല്ല. പിന്നെ ഉം, ഇത്രയും മനസ്സിന് കട്ടിയില്ലാത്ത ഒരാളാണോ നേഴ്സായിട്ട് ഡ്യൂട്ടി ചെയ്യണേ? എനിക്ക് മനസ്സിലായില്ല. ഉം, ഉം, ഉം. നിങ്ങളും ഞാനും രോഗിയായിട്ട് ചെല്ലുമ്പോൾ ഇവരാണോ നമ്മൾ പരിശോധിക്കണേ? അല്ല അത് ശരിയാണ്. ആ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ഈ ഈ പറഞ്ഞ ഞാൻ പോലെ ചോദിക്കണേ, ഈ ലോകം ഇത്രയും വളർന്നു, സമൂഹം ഇത്രയും വളർന്നു, ഇത്രയും സംവിധാനം ഉണ്ടായിട്ട് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അത് ഷെയർ ചെയ്യാനോ പറയാനോ പരിഹാരം ഉണ്ടാക്കാനോ ഇതില്ലേ? ഉടനെ കയറെടുത്ത് തൂങ്ങിച്ചാവാനും ഞരമ്പ് മുറിക്കാനും മെഡിസിൻ കഴിക്കാനും പോകുന്നതാണോ? അങ്ങനെയുള്ളവരാണോ നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന ആളുകൾ ചെല്ലുമ്പോൾ ട്രീറ്റ്മെന്റ് തരാൻ വേണ്ടി നിൽക്കുന്നത്? അല്ല അത് താങ്കൾ ചോദിച്ച ആ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാരണവശാലും അങ്ങനെയുള്ളവർ ഈ ഒരു ഫീൽഡിൽ നിന്ന് മാത്രമല്ല ഒരു ഫീൽഡിലും അവർ വർക്ക് ചെയ്യാൻ അർഹരല്ല അങ്ങനെ വരുമ്പോൾ ആ സ്വാഭാവികമായിട്ടും. ഇതിന്റെ പ്രത്യേകിച്ച് പിന്നെ ഇതിനകത്ത് ഇത്ര ഒരു ലോങ് പീരീഡും കൂടെ പറയുന്ന സ്ഥിതിക്ക് ഇവര് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്. എത്ര 18-ാം തീയതി മുതൽ ഏത് ദിവസം വരെയാണ്? 31 തീയതി വരെ. അപ്പൊ ഏകദേശം ഓൾമോസ്റ്റ് 12 ദിവസത്തെ ഡ്യൂറേഷനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആ 12 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇവർ പീഡനത്തിന് വിധേയമാക്കപ്പെട്ടു എന്നുള്ള രീതിയിലാണ്. അതായത് സർവീസ് പീഡനം, മറ്റു പീഡനമല്ല, വേറെ മാനസികമായിട്ട്. FIR ഇട്ടിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ അത്രയും ഒരു ലോങ് പീരീഡിൽ ഒരു കാരണവശാലും മനഃശാസ്ത്രപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയും അങ്ങനെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യില്ല. നോർമൽ മൈൻഡ് ഉള്ളവര് പിന്നെ അത് ശരിക്കും അത്തരം സാഹചര്യത്തിൽ ഒരു അറ്റംപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാര വിക്ഷോഭം. ഞാൻ പറയുന്നത് ഇവരുടെ ഈ പറഞ്ഞ വാദിയുടെ ബാക്ക്ഗ്രൗണ്ടുകളും കൂടെ ഒന്ന് അന്വേഷിക്കട്ടെ എല്ലാരും. പുറകോട്ട് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് വേണല്ലോ. കാരണം വെച്ചാൽ ഫേസ്ബുക്കില് ഫോട്ടോ ഇട്ട് ഫോട്ടോ സഹിതം കൊടുത്തു. ഞാൻ ഒരു വ്യക്തിയുടെ പ്രൈവറ്റ് കാര്യമല്ലേ ഫോട്ടോ. അത്ര അധിക്ഷേപിക്കാൻ പാകത്തിന് ഇവര് കുറ്റക്കാരായിട്ടങ്ങ് വച്ചോ. അപ്പൊ ഇവര് കുറ്റക്കാരാന്ന് തെളിയിച്ചോ? പ്രതികൾ ഒളിവിൽ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യാനുള്ള ഇത് വന്നോ? ഇല്ല. അപ്പൊ സമൂഹത്തിൽ ഒന്നടിച്ചങ്ങ് താറടിച്ച് കാണിക്കുക. ഞാൻ ചോദിക്കണേ, ഞങ്ങൾക്കും കുടുംബമില്ലേ? തീർച്ചയായിട്ടും പിന്നെ അതൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട്? നിങ്ങളുടെ മക്കൾ സ്കൂളിൽ പഠിക്കുന്ന എനിക്കും ഈ പറഞ്ഞ 3 വ്യക്തികൾക്കും മക്കളുള്ളതല്ലേ? അവരെ കളിയാക്കപ്പെടില്ലേ? മാനസികമായിട്ട് അവര് പീഡിപ്പിക്കപ്പെടില്ലേ? ഇല്ലേ? അതെയോ? ഒരു 2 അല്ലെങ്കിൽ കുറച്ച് ഗുളിക കഴിച്ചു സൂയിസൈഡ് നോക്കി അവർക്ക് മാത്രം മാനസിക പീഡനമുള്ളൂ? എന്റെ ഒരു കാഴ്ചപ്പാടില് അവർക്കത് മാനസിക പീഡനമല്ല, അവർക്ക് സൈക്കോയിൽ എന്തെങ്കിലും പ്രശ്നം കാണും. അതാ ഞാൻ പുറകോട്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ അന്വേഷിച്ച് നോക്കാൻ പറ്റും. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇതിനിപ്പം ഇതിനകത്ത് കേസ് എടുത്തിട്ടുണ്ടല്ലോ പോലീസ് അല്ലേ? ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് അവിടെ ഇത്തരം കാര്യങ്ങളെല്ലാം പോലീസിന്റെ മുന്നിൽ വ്യക്തമാക്കാൻ സാധിക്കില്ലായിരുന്നോ ഓൾറെഡി? അതോ? അല്ല, കേസ് എടുത്തിട്ടുണ്ട്. നമ്മള് ഇപ്പൊ കേസായ സ്ഥിതിക്ക് നമ്മള് ജാമ്യമായി ആവണ്ടേ? ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണോ കേസ് എടുത്തിരിക്കുന്നത്? 108 ഇട്ടിട്ടുണ്ട്. 108. ഓക്കെ. അപ്പൊ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ടോ ഇപ്പൊ നിലവിൽ? അതെടുക്കാൻ
അതിനുള്ള ഇത് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തതിന് ശേഷം അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പോലീസിന്റെ മുമ്പിൽ അല്ല നിയമ പോലീസിന്റെ സംവിധാനത്തിന്റെ മുന്നിലോ, മുന്നിൽ. പോലീസിന്റെ മുന്നിൽ മാത്രം വരാൻ ഉദ്ദേശിക്കുന്നില്ല, മീഡിയാസിന്റെ ഫ്രണ്ടിലേക്ക് വേണ്ടുള്ളൂ. കാരണം വെച്ചാൽ ആ ഇത്രയും അപമാനിക്കപ്പെട്ട് സമൂഹത്തിൽ ഇരുന്നിട്ട് ഇനി ഇതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല. അല്ല, അത് ശരിയാ. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ മാക്സിമം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. അതിനകത്തൊന്നും യാതൊരു തെറ്റുമില്ല. കാരണം ഇപ്പോൾ ഒരു വശം മാത്രം പൊതുസമൂഹം അറിഞ്ഞാൽ പോലല്ലോ, രണ്ട് ഭാഗം ആ. അറിയേണ്ടതുണ്ട് അല്ല, സ്വാഭാവികമായിട്ട്. ഞാൻ ഞാൻ ഈ ആരോപിക്കപ്പെട്ട ഒരാളുടെ ഭർത്താവ് എന്ന നിലയിൽ ഞാൻ പറയുന്നത്, ഇവരുടെ വശം കൂടെ UNA എന്ന് പറഞ്ഞ സംഘടന അന്വേഷിക്കണ്ടായിരുന്നോ എന്ന ചോദ്യമുള്ളൂ. ഉം, ഉം, ഉം. ആണോ? തീർച്ചയായിട്ടും അങ്ങനെ ഇത് ഉണ്ടെങ്കിൽ അത് ഇത് രാഷ്ട്രീയ പ്രേരിതമാക്കി. അതായത് ഈ വാദി എന്ന് പറയുന്ന ആളുടെ ഹസ്ബൻഡ് രാഷ്ട്രീയക്കാരനാണ്. അത് രാഷ്ട്രീയപരമാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കണെന്ന് ഞാൻ പറയുന്നത്. ഉം, 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 ഉം. നമ്മൾ ആരും ഓരോരുത്തർക്കും വ്യക്തിപരമായ രാഷ്ട്രീയം കാണും. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം കാണും, എനിക്ക് എന്റെ രാഷ്ട്രീയം കാണും, അല്ല, അതൊക്കെ ഈ ശരിയാണ്. പറഞ്ഞ ആൾക്ക് കാണും. പക്ഷെ അതൊന്നും ദുരുപയോഗം ചെയ്യരുതെന്ന് ഞാൻ അതെ, ഉദ്ദേശിച്ചത്. അതെ, അതെ. രാഷ്ട്രീയം ആർക്കും ചെയ്യാം, ഒന്നും പ്രോബ്ലം ഉള്ള കേസല്ല. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഓക്കെ, അത് ഓക്കെ, ദുരുപയോഗം ചെയ്യരുത്. ഓക്കെ. അല്ല, ഈ വ്യക്തി സൂയിസൈഡ് നോക്കിയപ്പോ ഈ ഹസ്ബൻഡുമായിട്ട് ഇത്രയും ജോയിന്റ് ഉള്ള ആളാണെങ്കിൽ ഈ ഹസ്ബൻഡിനോട് പറയാൻ പാടില്ല ഇങ്ങനെ എനിക്കൊരു പ്രശ്നം ഉണ്ടെന്ന്. അങ്ങനെയൊക്കെ നോർമൽ അല്ലെങ്കിൽ നടന്ന് റിസൈൻ ചെയ്ത് അടുത്ത ഹോസ്പിറ്റലിൽ ജോലി കിട്ടില്ലേ? അത് ശരിയാണ്. പിന്നെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് 24 hours വെച്ച് ഇറങ്ങിപ്പോയ പലരുടെ ഓഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ട്. അത് പിന്നെ എന്റെ ഒരു അറിവ് വെച്ചിട്ട് ഇവര് ചെയ്ത പല പ്രശ്നങ്ങളും പിടിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോ സ്വയം ലീവ് എടുത്ത് റിസൈൻ ചെയ്ത് ഇറങ്ങിപ്പോയവരാ ഇവരല്ല. ഇവര് ചെയ്ത പല പ്രശ്നങ്ങളും പിടിക്കപ്പെടുമെന്നുള്ളപ്പോ സ്വയം റിസൈൻ ചെയ്തിട്ട് ഇറങ്ങിപ്പോയവരാ. ഈ 24 ഇതിന്ന് റിസൈൻ ചെയ്ത ആളുകൾ എല്ലാം എടുത്തു നോക്കും. ഈ ഓഡിയോ ആയിട്ട് വന്നവരൊക്കെ ഉണ്ടല്ലോ. ശരി. ഏതാണെങ്കിലും ഒരു കാര്യം ചെയ്യാം, ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങളും പൊതുസമൂഹത്തിനെ അറിയിക്കാം. കാരണം നമ്മളിപ്പോ ഒരു ഭാഗം മാത്രം നമ്മളെ പ്രബുദ്ധ മലയാളികൾക്കുള്ളൊരു പ്രശ്നമാണല്ലോ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രശ്നം വന്നു. സമൂഹം ഒന്നറിഞ്ഞ് ആഞ്ഞടിച്ചു. എന്നാ ഉണ്ടായിട്ടാ, എന്ത് തെളിവ്, എന്ത് ചെയ്തു? ശരിയാണ്, അത് സത്യമായ ഒരു കാര്യമാണ്. ഒരു മനുഷ്യനെ അങ്ങ് കിട്ടി, കുറെ കരിവാരി തൂറ്റു, അന്നത്തെ ഒരു സുഖം കിട്ടി, അത്രേ ഉള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. അല്ല, അത് പൊതുസമൂഹത്തിന്റെ ഒരു വികാരം അങ്ങനെയാണ്. അവര് പെട്ടെന്ന് പ്രതികരിക്കുന്നു. അവരുടെ മുന്നിലേക്ക് എന്താണോ വരുന്നത് അതിന്റെ അനുസരിച്ചിട്ട് അവരത് നിങ്ങളാണേലും ഞാനാണേലും പൊതുസമൂഹത്തിൽ പ്രതികരിക്കേണ്ടതിന് ചില ഉത്തരവാദിത്വത്തോടുകൂടി പ്രതികരിക്കണം. അത് വേണം. അതെ, അതെ. മനസ്സിലായോ? കാരണം എന്താ വെച്ചാല് ഇപ്പൊ രാഷ്ട്രീയമായിട്ട് പറയുന്നല്ല, ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ മരിച്ചു പോയി കഴിഞ്ഞപ്പോ പുള്ളിനെ വിശുദ്ധനായിട്ട് വാഴിച്ച ഒരുപാട് CPM-കാരുണ്ട് ഇവിടെ. അതൊക്കെ ഉണ്ട്. ഇല്ലേ? ആ പുള്ളിക്ക് കുടുംബമില്ലേ? തീർച്ചയായും. ഉമ്മൻചാണ്ടി സാറിന് നല്ല കുടുംബമുണ്ട്, നല്ല മാന്യമായിട്ട് ജീവിച്ച ആളാണ്. ആ ഉമ്മൻചാണ്ടി സാറിന് വരെ കരിവാരി മരിച്ചു കഴിഞ്ഞപ്പോ എല്ലാവരും വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. അതല്ല ചെയ്യേണ്ട സമൂഹത്തിൽ. ശരിയായ കാര്യമാണ്. എന്താണെങ്കിലും ഒരു കാര്യം ചെയ്യാം നമുക്ക്. ഇപ്പൊ ഇതിനകത്ത് ഞങ്ങൾ തുടക്കം പോലെ എടുത്തിരിക്കുന്ന നിലപാട്, ഞങ്ങൾ അന്ന് ഉണ്ടായ വിഷയം എന്താണ് അത് മാത്രമാണ് പൊതുസമൂഹത്തിനെ അറിയിച്ചിട്ടുള്ളത്. പിന്നെ പൊതുവായിട്ട് കോമൺ ആയിട്ട്, അതിപ്പം പർട്ടിക്കുലർ ഈ ഒരു വിഷയം മാത്രമല്ല, ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞതെന്നുള്ളതേ ഉള്ളൂ. അതുപോലെ ഈ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയ ആള് 14 ഗുളിക കഴിച്ചു എന്ന് പറഞ്ഞു. 14 ഗുളിക കഴിച്ചാൽ 100% അയാൾ മരണപ്പെട്ടിരിക്കും. ഇതെല്ലാം ഒരു നാടകത്തിന്റെ മറുസൈഡാണ്, മനസ്സിലായോ? അതായത് ഇതൊരു വെൽ പ്ലാനിങ് ആണെന്നാണ് നമ്മള് പറഞ്ഞു വെക്കുന്നത്, അല്ലേ? ശരി, ശരി, ശരി. ഏതായാലും ഒരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങള് മറ്റേ നിയമപരമായിട്ടും കൂടെ അതിന്റെ നിയമപരമായിട്ട് പോകുന്നുള്ളത് 100%. നമുക്കും നീതി വേണ്ടേ? തീർച്ചയായിട്ടും. അല്ല, അല്ലെങ്കിൽ ചോദിച്ചാൽ ഞാൻ എപ്പോഴും ചോദിക്കുന്നത്, എന്റെ വൈഫ് ചെയ്ത കുറ്റം എന്താണ്? ഇപ്പൊ മറ്റൊരു നിഷ എന്ന് പറഞ്ഞ ആളുടെ ഇത് വന്നിട്ടുണ്ട്. പുള്ളിക്കാരി അവിടുത്തെ ഇൻചാർജാണ്. ഇൻചാർജിന് ചിലപ്പോൾ താഴെയുള്ളവരുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു മനുഷ്യ ജീവനാണല്ലോ അവിടെ വന്ന് കയറുന്നത്. അതിനെ പരിപാലിക്കുന്നതിൽ കുറ്റം തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ശകാരിച്ചിട്ടുണ്ടാവാം. പക്ഷെ വീട്ടിൽ പോയിട്ടല്ലല്ലോ ഓൺലി ഡ്യൂട്ടി സമയം, അല്ലേ? ഡ്യൂട്ടീനെ ഡ്യൂട്ടിയായിട്ട് കാണാൻ പറ്റില്ലാതെ പിന്നെ പറഞ്ഞിട്ട് കാരണം വെച്ചാൽ ശകാരിക്കുന്ന കാരണമുണ്ട്. ഒരു ഹോസ്പിറ്റലിന്റെ ഏറ്റവും മെയിൻ യൂണിറ്റ് എന്ന് പറഞ്ഞ കാഷ്വാലിറ്റി അല്ലേ? അപ്പൊ അവിടെ വരുന്നവരെ പരിപാലിക്കേണ്ടത് അവിടെ നിൽക്കുന്നവരുടെ ഉത്തരവാദിത്വം. അതിൽ വീഴ്ച പറ്റിയിട്ട് അല്ലെങ്കിൽ മറന്നുപോയി എനിക്ക് അബദ്ധം പറ്റിയെന്ന് പറയുന്ന കാര്യമുണ്ടോ? നിങ്ങളാണെങ്കിൽ ഞാനാണ് സമ്മതിക്കൂ? അത് ഒട്ടും അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല. അതൊക്കെ ശരിയാണ്. ഉത്തരവാദിത്വത്തിന്റെ ഇതില് വീഴ്ച പറ്റുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നതിനെ പീഡനം എന്ന് പറഞ്ഞതിനോട്
ആരുടെ കേസിലും ഉം, എനിക്ക് അതിനൊരു ഉം. യോജിപ്പില്ല. ഓക്കെ ഓക്കെ. അതിപ്പോ എന്റെ കുടുംബം അവിടെ ജോലിയുണ്ട്, എന്റെ കുടുംബത്തിനെയും ചോദ്യം ചെയ്തിട്ടുണ്ട് ഇവര്. ഉം. അല്ല, മനസ്സിലായോ? അത് ശരിയാണ്. അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. ഇപ്പം ഒരു പോലീസുകാർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ SIയോ അല്ലെങ്കിൽ CIയോ അവരെ ഹരാഷ് ചെയ്യൂല, അവരെ ആ കമാൻഡ് ചെയ്യും. ആ അതുപോലെ തന്നെ CIയുടെ ഭാഗത്ത് ഫാൾട്ട് പറ്റി കഴിഞ്ഞാൽ SP ലെവലിലുള്ളവർ കമാൻഡ് ചെയ്യും. കമന്റ് ചെയ്യും. ക്ക് അത് മുകളിലുള്ളവർ അ- അ- SP നെ കമാൻഡ് ചെയ്യും. അത് അ- അ- അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ട്. അത് സ്വാഭാവികമല്ലേ. ഒരു ഉം. ഒരു ബിസിനസിന്റെ ചെയിൻ അതിങ്ങനെ ഉം. കറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ? അതെ 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 അതെ, അതൊക്കെ ശരിയാണ്. അതിലൊന്നും നമ്മൾ ഇപ്പൊ പറയുന്നില്ല. അപ്പൊ ഏതാണെങ്കിലും ഇപ്പൊ ഇതിനകത്ത് ഇപ്പം പിന്നെ വന്നിരിക്കുന്ന സംഭവങ്ങൾ ഇതാണെന്നാണ് ഇപ്പൊ നമുക്ക് പറയാനുള്ളത്, അല്ലേ? അതെ അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഏതാണെങ്കിലും ശരി. ഇനിയിപ്പം മറ്റുള്ള കാര്യങ്ങൾ ഞങ്ങളന്ന് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. നമ്മളിപ്പോ ആ ആരെയും വിശദീകരിക്കാനോ അശുദ്ധീകരിക്കാനോ ഒന്നും നമ്മൾ പോയില്ല. ഇല്ല പൊതുവെ ഈ സമൂഹത്തിൽ ഇല്ല, നമ്മൾ നേഴ്സുമാർ ഇത്രേ അനുഭവിക്കുന്ന ഒരു പറഞ്ഞോളൂ. പീഡനങ്ങള്. നമ്മുടെ പക്ഷത്തേക്ക് ആരും ചേർന്ന് പ്രവർത്തിക്കേണ്ട, നീതിയുള്ളത് കിട്ടിയിരിക്കണം. ഓക്കെ ഓക്കെ. മനസ്സിലായോ? ഓക്കെ ഓക്കെ ഓക്കെ. വ്യക്തിപരമായി ഹരാസ്മെന്റ് നടത്താനല്ല ഈ മീഡിയാസ് നിൽക്കണ്ടേ എന്ന് മാത്രം എനിക്ക് പറയാം. എനിക്ക് ഓക്കെ. ഫേസ്ബുക്കിൽ ഫോട്ടോ ഉൾപ്പെടെ ഇട്ടല്ലോ. ആ അതെങ്ങനെ? ഇവരും സ്ത്രീകളല്ലേ? അതെ 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 അതെ, ഏ, ഏ, അതൊക്കെ അത് ശരിയാണ്. അത് അത് അവർക്ക് ഏത് നീതി വേണം, ന്യായം വേണം, അതൊക്കെ ഇല്ല, കറക്റ്റായ അവർക്കും കാര്യമാണ്. നാളെ സമൂഹത്തിൽ നടക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് ഇവര് ഫോട്ടോ എടുത്തിട്ട് ഉം, 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 ഉം. ഫോട്ടോ ഇടുന്ന ഏത് റൂള്? ഒരു പ്രശ്നം ഇവരെ അറസ്റ്റ് ചെയ്തോ? കോടതിയിൽ കയറ്റിയോ? ഉം, ഒളിവിലാണെന്നും പറഞ്ഞിട്ട് ഒളിവിലായ അറസ്റ്റ് വാറണ്ട് വന്നോ? അറസ്റ്റ് ചെയ്യാൻ വന്നോ? ഇതൊന്നും ഇല്ലാതെ ഒളിവിൽ എന്ന് പറഞ്ഞിട്ട് വ്യക്തിഹത്യ നടത്തുന്നതിനൊരു പരിധികളുണ്ട്. അതെ 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 അതെ. അതിപ്പോ ഏത് സോഷ്യൽ മീഡിയയിൽ എന്തും അങ്ങ് വാരി ഇടാൻ പറ്റാ ഓർക്കരുത്. അത് ഉം, മോശമല്ലേ? ഉം, ഉം, ഉം. ഏഹ് ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടു, അതിനു വേണ്ടി ബാഡ് കമന്റ് ചെയ്യാൻ കുറച്ച് ആളുകൾ, ഗുഡ് കമന്റ് ചെയ്യാൻ കുറച്ച് ആളുകൾ. ഉം, അതൊന്നും ശരിയല്ല. കാരണം ഉം. അതിന്റെ സത്യം അല്ലെങ്കിൽ എന്തെങ്കിലും പഴയ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഉം, അല്പപോലും തൂറാതെ മാറ്റം വരില്ല ഉം, എന്ന് പറഞ്ഞു. ഉം. ഓക്കെ അതാണ് ഓക്കെ. അതില്. ഉം. ആ അപ്പൊ ശരി. എന്താണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ടെ നിങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്ന് പൂർത്തീകരിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ആ പറയാനുള്ള കാര്യങ്ങൾ ഇപ്പം നിയമ സംവിധാനത്തിന് മുന്നിലും പറയുക, അതുപോലെ പൊതുസമൂഹത്തോടും, അതുപോലെ തന്നെ സോഷ്യൽ പൊതുസമൂഹത്തോടെ മീഡിയയിലൂടെ പറയേണ്ട കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ. 100% പൊതുസമൂഹത്തിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കും. ഒരിക്കലും ഒളിച്ചോട്ടം നടത്തൂല. ഓക്കെ ഓക്കെ ഓക്കെ. ശരി എന്നാ. ഓക്കെ എന്നാ. ഓക്കെ.